നമുക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റെപ്പ്. നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാണാനും ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ഷെയ്ഡ്സ് ആണ്, ഒരു തീരെ ലൈറ്റ് കളർ അല്ല, എല്ലാം അത്യാവശ്യം നല്ല തെളിഞ്ഞ നല്ല ഷെയ്ഡുകളാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കാണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത്. ഒരു നല്ല സോഫ്റ്റ് ഫിനിഷ് ആട്ടോ, കാണാൻ നല്ല രസമാണ്. ദുപ്പട്ട വരുന്നത് സെമി ലിനൻ ആണ്, അതിൻ്റെ അകത്ത് ഫുൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. വാഷ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലേ ഡെയിലി ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിലും അല്ലാതെ കണ്ട് ഉപയോഗിക്കാൻ നല്ല കേട്ടോ. നല്ല റീസണബിൾ പ്രൈസേ ഉള്ളൂ. ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ത്രെഡ് വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴത്തോട്ടാക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം, യോക്കിലല്ലാതെ തയ്ക്കണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് തന്നെ തയ്ക്കാം കേട്ടോ. ഇതിൻ്റെ നമ്പർ T374, റേറ്റ് 890 മാത്രമേ ഉള്ളൂ, 896. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ചിൻ്റെ കളറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ചൊരു ക്യാരറ്റ് കളറിലോട്ട് പോകും, പക്ഷെ നേരിട്ട് കാണാൻ നല്ലൊരു പിങ്ക്, ചെറിയൊരു പിങ്ക് ടോൺ വരുന്ന സൈസ്, നല്ലൊരു പീച്ച് കളറ്. ഇതിൻ്റെ ദുപ്പട്ടയും സെയിം തന്നെ, അത് സെമി ലിനനാണ്. നമുക്ക് നല്ല നോർമൽ നല്ല ലിനൻ വരത്തില്ലേ, അതുപോലത്തെ തന്നെ ലുക്ക് തന്നെയാണ് കേട്ടോ. കാഴ്ചയ്ക്ക് ശരിക്കും ഒറിജിനൽ ലിനൻ്റെ ലുക്കാണ്. സാറിന് സെമി ലിനൻ എന്ന് പറഞ്ഞ് വരുന്നത് കുറച്ച് പറന്നൊക്കെ നിൽക്കുന്നതല്ലേ, പക്ഷെ ഇതങ്ങനെ പറന്നൊന്നും നിൽക്കത്തില്ല. നല്ല ഒറിജിനൽ ലിനൻ്റെ തന്നെ ലുക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വാഷ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ കാണാൻ നല്ല കേട്ടോ, നല്ല ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ T373, റേറ്റ് 890, 896. നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഗ്രേ കളറാണ് കേട്ടോ. നോർമൽ ഗ്രേക്കാളും കുറച്ചുകൂടി നല്ല രസമാണ് കാണാൻ. ഒരു പ്രിന്റിന്റെ ഒക്കെ കാണുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ലിനൻ പോലെ തന്നെയാണ് ദുപ്പട്ട ഇരിക്കുന്നത്. ടോപ്പ് സെമി സിൽക്കിന്റെ ഫാബ്രിക്. ഫ്രണ്ട് വാഷിന്റെ ഡിസൈൻ ഒക്കെ സെയിം ആട്ടോ. ഇത് നല്ല ലെങ്തിയാണ് മറക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 50 ലെങ്ത് ഒക്കെ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. ദുപ്പട്ട 2.5 തന്നെ കിട്ടും കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ്. വാഷ് ചെയ്യാം, അല്ലാതാണല്ലോ ഉപയോഗിക്കാൻ പറ്റും. ദുപ്പട്ടയാണല്ലോ സെപ്പറേറ്റ് വെറൈറ്റി ഉറക്കിയാണല്ലോ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കാണ്, ഇതുപോലെ സെയിം കളർ തന്നെ കേട്ടോ. ഇതിന്റെ നമ്പർ T375, റേറ്റ് 890, 896. അടുത്ത് എല്ലാവരും തന്നെ ഫേവറേറ്റ് ഒരു കളറാണ് കേട്ടോ. അതായത് പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ട്. എന്നാൽ പീച്ച് അല്ല കേട്ടോ, കൂടുതലും പിങ്കിന്റെ ടോൺ തന്നെയാണ് കൂടുതൽ വരുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് കളർ കാണാനായിട്ട്. ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല രസമാണ് കളറും ആ ഒരു പ്രിന്റും കൂടെ വരുമ്പോഴത്തേനും. പ്രത്യേകിച്ച് മെയിൻ കളർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. നേരത്തെ കാണാൻ അടിപൊളി കേട്ടോ, ഭയങ്കര രസമുള്ള ഒരു പിങ്കിഷ് പീച്ച് കളർ. ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആണ്, നല്ല ഫാബ്രിക്. ഞാൻ പറഞ്ഞില്ലേ, വാഷ് ചെയ്താലും കുഴപ്പമില്ല, അല്ലാതെ അത്യാവശ്യം ഒന്ന് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാനും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ്ങിനനുസരിച്ചിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു നോർമൽ കോട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. കോട്ടൺ ഫാബ്രിക് ആണെങ്കിൽ, ലൈനിങ് വയ്ക്കുന്ന കോട്ടൺ ആണെങ്കിൽ വാഷ് ചെയ്തിട്ടൊന്ന് വയ്ക്കണം കേട്ടോ. വേറെ മെറ്റീരിയലിൽ പ്രത്യേകിച്ച് ചുരുങ്ങുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബോട്ടം ഇതാ കേട്ടോ. നമ്പർ വരുന്നത് T376, റേറ്റ് 890.